മഹാരാഷ്ട്രയിൽ മഹായുതിയെ അട്ടിമറി വിജയത്തിലേക്ക് നയിച്ച ഘടകങ്ങൾ പലതാണ്. 1. കുറഞ്ഞ വരുമാനക്കാരായ സ്ത്രീകൾക്ക് മാസം 1500 രൂപ നൽകുന്ന ലാഡ്ലി ബെഹിൻ പദ്ധതി. 2.21 കോടി സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പണമെത്തിയത് സ്ത്രീ വോട്ടുകൾ മഹായുതിക്ക് അനുകൂലമാക്കി. 60 വയസ്സ് കഴിഞ്ഞവർക്കുള്ള 1500 രൂപ പെൻഷൻ പദ്ധതി മുതിർന്ന പൗരന്മാരുടെ വോട്ടുറപ്പാക്കി. 2. ഹിന്ദു വോട്ട് ഏകീകരണം. ജാതി സെൻസസ് മുതൽ പിന്നാക്ക മുസ്ലിം സംവരണം വരെയുള്ള കോൺഗ്രസ് നീക്കങ്ങളെ ഹിന്ദു ഏകീകരണ മുദ്രാവാക്യമുയർത്തി നേരിട്ടു. 3. ഹരിയാന തന്ത്രം മഹാരാഷ്ട്രയിലും. മറാത്ത വോട്ട് ബാങ്ക് മഹാവികാസ് അഘാഡിയിലേക്ക് നീങ്ങാനുള്ള സാധ്യത OBC വോട്ട് ബാങ്കിലൂടെ മറികടന്നു. മഹാവികാസ് അഘാഡിയുടെ മറാത്ത സംവരണവാദത്തെ OBC സംവരണം അട്ടിമറിക്കാനുള്ള വഴിയായി ചിത്രീകരിച്ചു. ഹം ഏക് ഹേ തോ സേഫ് ഹേ മുദ്രാവാക്യം പ്രധാനമന്ത്രി തന്നെ ആവർത്തിച്ചുയർത്തി. 4. ലോക്സഭാ തെരഞ്ഞെടുപ്പിലകന്ന കർഷകരെ മടക്കിയെത്തിക്കാനായി. ഉള്ളിവില കൂടിയപ്പോൾ അതിനെ വിലക്കയറ്റമായി മഹാവികാസ് അഘാഡി കണ്ടപ്പോൾ അതിലൂടെ ഉള്ളി കർഷകരുടെ വോട്ടുറപ്പിക്കുകയാണ് BJP ചെയ്തത്. കാർഷിക വായ്പകൾ എഴുതി തള്ളുന്നടക്കം വാഗ്ദാനങ്ങളിൽ ഇരുമുന്നണികളും ഒപ്പത്തിനൊപ്പമായിരുന്നെങ്കിലും താഴെ തട്ടിലെത്തിയത് മഹായുതിയുടെ വാഗ്ദാനങ്ങളാണ്. മുസ്ലിം വിഭാഗം നിർണായകമായ മേഖലകളിലടക്കം വിജയിക്കാനുമായി. 5. നിരന്തര റെയ്ഡുകളിലൂടെ എതിരാളികളുടെ പണമൊഴുക്ക് തടഞ്ഞു. തെരഞ്ഞെടുപ്പിൽ പണം വരുന്ന വഴികളെല്ലാം കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് തടഞ്ഞു. പ്രതിപക്ഷത്തിന് ഫണ്ട് നൽകുന്ന വ്യവസായികളെ അടക്കം പൂട്ടി. ഒരു ഭാഗത്ത് BJP വലിയ തോതിൽ പണമിറക്കി കളിച്ചപ്പോൾ കയ്യിലുള്ള പണം പോലും ചിലവഴിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എതിരാളികളെ കൊണ്ടെത്തിച്ചു. 6. അഴിമതിക്കെതിരെ വികസനം. ഏക്നാഥ് ഷിൻഡെ സർക്കാരിനെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങളെ വമ്പൻ വികസന പദ്ധതികൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രതിരോധിച്ചത്. അടൽ സേതു, മെട്രോ 3, സമൃദ്ധി എക്സ്പ്രസ് പാത, തീരദേശ റോഡ് തുടങ്ങി നേരിട്ടു കാണാൻ കഴിയുന്ന വമ്പൻ വികസന പദ്ധതികളെ വോട്ടാക്കി മാറ്റാനായി. 7. മറാത്ത ഭാഷയ്ക്ക് ക്ലാസിക്കൽ പദവി നൽകണമെന്ന ദീർഘകാല ആവശ്യം അംഗീകരിച്ചതു മുതൽ രാജ് താക്കറെയുടെ MNS, പ്രകാശ് അംബേദ്കറുടെ വഞ്ചിത് ബഹുജൻ അഘാഡി അടക്കമുള്ള ചെറു പാർട്ടികളുമായും ഗ്രൂപ്പുകളുമായും മുന്നണിക്ക് പുറത്ത് തന്ത്രപരമായ ധാരണയുണ്ടാക്കി. 8. തെരഞ്ഞെടുപ്പ് പ്രചാരണ ചുമതല RSS ഏറ്റെടുക്കുക കൂടി ചെയ്തതോടെ മഹായുതിയുടെ പ്രവർത്തനങ്ങൾ താഴെത്തട്ടിലേക്ക് എത്തിക്കാനായി. എതിരാളികൾക്ക് അനുകൂലമായ ജനവികാരത്തെ 6 മാസം കൊണ്ട് അട്ടിമറിക്കാനാവുമെന്ന് തെളിയിക്കുന്നതുകൂടിയാണ് മഹാരാഷ്ട്രയിലെ മഹായുതിയുടെ ഏകപക്ഷീയ ജയം. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18.